നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് രാജു കോനാട്ടിൽ എന്ന ആളുടെ വീട്ടിലാണ്. അതായത് മുത്തോലിയുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഈ മുത്തോലി എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജസ്മോളുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ജിസ്മോളും രണ്ട് കുട്ടികളും ആറ്റിൽ ചാടി മരിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട കേസ് കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ ഈ ജിസ്മോളിന്റെ ആക്ഷൻ കൗൺസിലുമായിട്ട് ചേർന്ന് ബന്ധപ്പെടുകയോ അവരുടെ ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരികയോ ചെയ്യുന്നില്ല എന്നൊരു പരാതി പൊതുവെ പരക്കുന്നുണ്ട്. ആ പരത്തുന്നതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പേര് രാജു കോനാട്ട്, കരയോഗത്തിൻ്റെ സെക്രട്ടറി, പുലിയന്നൂർ NSS കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇവിടെ നിങ്ങളുടെ ഒരു ആളായിരുന്നല്ലോ ജിസ്മോൾ. തീർച്ചയായും കോൺഗ്രസിന്റെ ഇവിടുത്തെ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പൊ ഈ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഈ ഇവരുടെ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല, ജിസ്മോളുടെ നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളാരും മുന്നോട്ട് വരുന്നില്ല എന്നൊരു പരാതി പൊതുവെ ഉയർന്നിട്ടുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മുത്തോലിയുടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രദീപ് സെക്രട്ടറി ആയിട്ടും ഒരു ആക്ഷൻ കൗൺസിൽ മുത്തോലി പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയെങ്കിൽ തന്നെ പിന്നെ അത് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം BJPയുടെ നേതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യുന്നില്ലോ, നമുക്ക് അന്ന് തീരുമാനിച്ചിരുന്നത് അതായത് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം, കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കും. അങ്ങനെ അന്വേഷണം നടന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു, നമുക്ക് പോവാം, ഒന്നും ചെയ്യുന്നില്ല, എന്താ ചെയ്യാൻ എൻ്റെ ചേട്ടാ നമുക്ക് ചെയ്യാം, നമുക്ക് പോവാം, ഞാൻ 2 ദിവസം വിളിക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷൻ കൗൺസിൽ ഔദ്യോഗികമായിട്ടുണ്ടാക്കിയതാണ്. ശശികുമാർ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റായിട്ട് വെച്ചതും നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്തിലാണ് കൂടി. അതെ, പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കേരള കോൺഗ്രസിൻ്റെയും ലീഡേഴ്സ് വന്നത്, മണ്ഡലം പ്രസിഡന്റുമാർ വന്നത്. അപ്പോൾ അവർ തീരുമാനിച്ച് അങ്ങനെയാണ് മണ്ഡലം പ്രസിഡന്റ്, അതെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിൻ്റെ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി, പിന്നെ കല്യാൺ ചേട്ടാരോ, അങ്ങനെ ആണ് തീരുമാനിച്ചത്. ആ ആക്ഷൻ കൗൺസിൽ ഒന്നും ചെയ്തില്ല, അത് സത്യമാണ്. BJP ഭരിക്കുന്ന പഞ്ചായത്ത് അത് താല്പര്യമില്ല. പിന്നെയുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞാനൊരു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള ചെയ്ത കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഈ മരണം 15-ാം തീയതി അല്ലേ, 15-ാം തീയതി മരണം നടക്കുന്നു. അപ്പം 17-ാം തീയതി തന്നെ ഞാൻ ഒരു ഔദ്യോഗിക മണ്ഡലം കമ്മിറ്റി ഇവിടെ വിളിച്ചു കൂട്ടി. എല്ലാവരും വന്നില്ല, എല്ലാവരും വിളിക്കാൻ പറ്റിയില്ല, വിളിച്ചു കൂട്ടി. അന്നേരം ഞങ്ങളൊരു ഇതിൻ്റെ ഒരു അനുശോചനം രേഖപ്പെടുത്തിയും ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കൊടുത്തു. അന്നേരം അതേ ചെയ്യാൻ പറ്റുള്ളൂ. പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷേ പത്രത്തിൽ വന്നില്ല, ഒരു പത്രത്തിലും വന്നില്ല. അതെന്താ വരാത്തതെന്ന് ഇപ്പോഴും അന്ന് ഞങ്ങൾ പലരോടും പറഞ്ഞത്. അല്ല, ഞാനല്ല, ബിബിൻ രാജ് ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ് കൊടുത്തത്. ബിബിൻ്റെ അദ്ദേഹം കൊടുക്കാറ്, ഞാൻ അല്ല കൊടുക്കുക. മിക്കവാറും ഞാൻ എഴുതിയാൻ കൊടുക്കും, പുള്ളി കൊടുക്കാറുണ്ട്, കിട്ടാറുമുണ്ട്, എല്ലാ തവണ വരാറുമുണ്ട്. ഇതിപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം ഈ 15-ാം തീയതി മരിച്ചു, എൻ്റെ മകൻ്റെ കാര്യമാണ് 20-ാം തീയതി. എനിക്ക് ആ തിരക്ക്. പക്ഷേ എനിക്ക് തന്നെ ഞാൻ ഇത് ചെയ്തു. കൂടാതെ ഈ ജിസ്മോളുടെ ബോഡി മോർച്ചയിൽ വന്നു. അന്ന് ഞാൻ പോയി തിരിച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴും ഞാൻ പോയിരുന്നു. ഈ ബോഡി യുടെ പുറകെ നമ്മുടെ മെമ്പർ ആര്യ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ബിബിൻ രാജ് ഉണ്ട്, വേറെ 2-3 പേരും കൂടെ അവർ എല്ലായിടത്തും പോയി, നീർക്കാടൊക്കെ പോയായിരുന്നു. ഞാൻ പോയില്ല, എനിക്കിപ്പോൾ നേരെ കിട്ടിയില്ല. കൂടാതെ ഇത് പിറ്റേ ദിവസം കൊണ്ടുവന്നു. അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൻ്റെ വകയായിട്ട് റീത്തും വെച്ചു. ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കൂടി ഞാൻ നിന്നിരുന്നു, ഞാൻ പോരുകയും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ അവിടെ ഒരു പ്രതിഷേധ യോഗം നടന്നായിരുന്നു, അത് നിങ്ങൾ വന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ചാനലും വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധ യോഗത്തിൽ ഞാൻ സംസാരിച്ചായിരുന്നു. അത് ഞങ്ങൾ ഇവിടുന്ന് ഈ കോൺഗ്രസ്സുകാർ 40ഓളം പേര് കോൺഗ്രസ്സുകാർ പങ്കെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര മഴയായിരുന്നു. അതിൽ കൂടെ ഒരു 5-10 പേര് തിരിച്ചു പോയി, എന്നുവെച്ചാൽ നടക്കുകയില്ലാന്നുള്ളത് വന്നപ്പം അത് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം അതും ഞങ്ങൾ ചെയ്തു. പിന്നെ കോട്ടയത്ത് കഴിഞ്ഞ ഇതിന് മുമ്പിലത്തെ പ്രതിഷേധം നടത്തിയപ്പം ഞങ്ങൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞായിരുന്നു 2-3 പ്രാവശ്യം എല്ലാവരും ബസ്സിന് വരികയില്ല, കാറിന് വരികയില്ല, 2-3 എണ്ണമായിട്ട് പോയിട്ടു. അപ്പോൾ ആദ്യം ഒരു 2 കാറ് പോയി, പിന്നെ ഒരു 2 കാർ കൂടെ പോയിട്ട് അന്ന് ഞാൻ പോയില്ല. എനിക്കന്ന് അസുഖമായിട്ട് ഈ പോസ്റ്റേറ്റിന് കംപ്ലയിൻ്റ് ഉള്ളതാണ്, ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ഞാൻ പോയില്ല. ഞാനത് ഈ പറഞ്ഞ ഈ ജിസ്മോളുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത് അവർ ബന്ധുവാണ്, ഒരു ബാബു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വാർഡ് പ്രസിഡന്റിനോട് അറിയിക്കുകയും ചെയ്തു. പുള്ളി പറയാൻ വരണ്ടെന്നും പറഞ്ഞ് പുള്ളിയാണ് ഞാൻ കൃത്യം ഈ പറഞ്ഞ് തോമസ് ചേട്ടൻ എന്നെ വിളിച്ചു, അതായത് ജിസ്മോളുടെ അച്ഛൻ. അപ്പോൾ ഇങ്ങനെ അറിയാം, അപ്പോൾ എന്നോട് ബാബു പറഞ്ഞു, നിങ്ങൾ സാറ് വരികയില്ല, അസുഖമാണെന്ന് അറിയാം, കുഴപ്പമില്ല എന്നും പറഞ്ഞു. അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഒരു മണ്ഡലം, നമ്മളൊരു പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ ചെയ്യാവുന്ന ലിമിറ്റേഷനുണ്ട്. അതായത് ഏറ്റുമാനൂർ അങ്ങ് നടന്നൊരു സംഭവം നമ്മളിവിടെ ഒരു പരിധി വിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ പിന്നെ ഈ ജിസ്മോൾ പ്രസിഡൻ്റ് ആകാൻ ഇലക്ഷനൊക്കെ നിന്നപ്പം ഈ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് ജിസ്മോളുടെ അമ്മ മരിക്കുമ്പം കേരളത്തിലെ AK ആൻ്റണി ഉൾപ്പെടെ എല്ലാ പ്രധാന നേതാക്കന്മാരും ഇവിടെ വന്നതാണ്.
മരണത്തിൽ പങ്കെടുത്ത ഈ ജിസ്മോൾ നിൽക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച് വേറെ ജിസ്മോളുടെ അന്നത്തെ ജിസ്മോൾ അന്ന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ സീനിയർ വക്കീൽ പേരെനിക്കറിയത്തില്ല, അദ്ദേഹം പറഞ്ഞിട്ടാണ് ജിസ്മോൾ നിൽക്കുക. ജിസ്മോൾ പറഞ്ഞു നീ നല്ല ഒരു നീ നിന്നു, നിനക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സപ്പോർട്ടും കിട്ടും, നിനക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്നത്. പാർട്ടി പറഞ്ഞിട്ട് മാത്രമല്ല ആ ഒരു ഇതിലാണ് നിന്നത്. പാർട്ടിയുടെ നിർബന്ധമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എല്ലാവരും വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അതായത് ഈ ബൈ ഇലക്ഷന് പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് തമ്മിൽ പൈസ മുടക്കാറില്ല. ഇതിങ്ങനെ ജിസ്മോൾ അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങൾക്കെതിരായിട്ട് നിന്നു. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഇവിടെ വന്നു, നേതാക്കന്മാരെല്ലാവരും വന്നു. അന്ന് പൈസ മുടക്കി ഇലക്ഷൻ നടത്തി. അങ്ങനെ നടത്താറില്ല. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുക അങ്ങനെ പൈസ അത് മറ്റൊരു പൈസ വാരി എറിയുക. അവർക്ക് പൈസ ഉണ്ട്. അപ്പം നമ്മളും അതുപോലെ തന്നെ പൈസ മുടക്കി തന്നെ നടത്തി. അത് പാർട്ടി മുടക്കി നടത്തി. അങ്ങനെ ജിസ്മോൾ ജയിക്കുന്നത്. ജിസ്മോൾ ജയിച്ചെങ്കിൽ തന്നെ ജിസ്മോളിന് ഒരു വർഷം അന്ന് ഞാൻ മണ്ഡലം പ്രസിഡൻ്റല്ല, ഇത് കിട്ടേണ്ട പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് കിട്ടേണ്ട 2 വർഷം. പക്ഷേ അത് കേരള കോൺഗ്രസ് കൊടുത്തില്ല. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് മുന്നണിയായിട്ട് പോലും ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല. അത് ഞാനും ആര്യയും ഈ പറഞ്ഞ ബിപിൻ രാജും കൂടെ 2 പ്രാവശ്യം ജിസ്മോളെയും കൂട്ടി ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടിൻ്റെ സമ്മർദ്ദത്തിലാണ് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നത്. അല്ല വെറുതെ കിട്ടിയൊന്നുമല്ല, വളരെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് കിട്ടിയത്. ഉമ്മൻചാണ്ടി അവസാനം കൊടുത്തേ പറ്റൂ എന്ന് ജോസ് കെ മാണിയോട് വിളിച്ചൊരു അന്ന് മുഖ്യമന്ത്രിയാണല്ലോ വിളിച്ച് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് കൊടുത്തത്. അങ്ങനെയാണ് ജിസ്മോൾ പ്രസിഡൻ്റ് ആകുന്നത്. ജിസ്മോൾ പ്രസിഡൻ്റായി അത് കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ജിസ്മോൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഈ ഒരു കാര്യത്തിലും നമ്മളെ സംബന്ധിച്ചോളം ജിസ്മോൾ നമ്മുടെ പ്രസിഡൻ്റായിട്ട് നല്ല ഒരു പ്രസിഡൻ്റായിരുന്നു. അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്നത്തെ കാലത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് കൂടെ നിന്നിട്ടുണ്ട്. കോൺഗ്രസ് അവർക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഫാദറൊക്കെ ആയിട്ടും എനിക്ക് വലിയ അടുപ്പമില്ല ഈ ഫാദറുമായിട്ടൊന്നും. ജിസ്മോൾ ഈ മരിക്കുന്നതിനൊരു 5-6 മാസം മുമ്പ് എൻ്റെ വന്ന് കണ്ടു. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ ഇവിടെ SBI ബാങ്ക് ഉണ്ട്, SBI ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ലീഗൽ അഡ്വൈസറായിട്ട് കിട്ടുന്നത് എന്തായിട്ട് ഞാൻ എനിക്കടുത്ത് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ജിസ്മോളെ മാനേജറെ പരിചയപ്പെടുത്തി. ഇപ്പോൾ മാനേജർ പറഞ്ഞു ഇവിടെ നല്ല ചെയ്യുന്ന റീജിയണൽ ഓഫീസിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ജിസ്മോൾക്ക് അടുത്ത് എനിക്ക് എൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ജിസ്മോൾ വന്നാൽ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയാനായിട്ട് വന്നു. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നു. 2 പ്രാവശ്യം ജിസ്മോൾ ഈ മരിക്കുന്ന മുമ്പായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ടിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മണ്ഡലം കോൺഗ്രസ് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് എഴുതിയിട്ടൊന്നും പറയാൻ പറ്റില്ല. വെച്ചാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് പോയി പോയി നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പം. ഇതിപ്പം കോൺഗ്രസിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, ഇവിടുത്തെ ഒരു BJPയുടെ അവിടുത്തെ ഇപ്പം ജയിച്ചിരിക്കുന്ന മെമ്പറാണ്. ആ മെമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ശശികുമാറാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാർ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് കോൺഗ്രസിനെ അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശമാക്കുക എന്നുള്ളത്. അത് മാത്രമല്ല അദ്ദേഹത്തെ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഗ്രാമീണ സൊസൈറ്റി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളും കൃഷി നടത്തി വെണ്ടയ്ക്ക 30 രൂപ ഉണ്ടായിരുന്ന വെണ്ടയ്ക്ക ഗ്രാമീണത്തിൽ ഒരു ഇതൊന്നും ചേർക്കാതെ വളം കീടനാശിനി അടിക്കാതെ ഉണ്ടാക്കാതെ 50 രൂപയ്ക്കൊന്ന് വിറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഈ സാധാരണ പച്ചക്കറിയും പലചരക്കൊക്കെ ഇവിടെ നിന്ന് എടുക്കും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഈ ഇവിടെ അടുത്ത ജംഗ്ഷനിൽ നമ്മുടെ വായനശാല പുല്ലിന് വായനശാല ജംഗ്ഷൻ ഇപ്പോഴും ഉണ്ട്. പലരോടും 1 ലക്ഷം രൂപ മേടിച്ച് ഷെയർ മേടിച്ചത് തുടങ്ങി. ഒരു വണ്ടി മേടിച്ചു. വണ്ടി ഇപ്പോൾ ഇല്ല, വണ്ടി വിറ്റു. വണ്ടി വേറൊരാൾ വിറ്റ ആളുടെ പൈസ മുടക്കാനായിട്ട് മേടിച്ച് പിന്നെ 500 രൂപ കൊടുത്ത് ഷെയർ മേടിച്ചു. ഒത്തിരി പേരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ മോശമായിട്ടിരിക്കുക ആ ഭാഗത്ത്. അപ്പോൾ അദ്ദേഹം രക്ഷിക്കാനായിട്ട് ഇപ്പം ഒരു ഉപാധി ഉണ്ടെന്ന് വെച്ചാൽ ഈ ജിസ്മോളുടെ ഫാദർ ഈ ശശികുമാർ അവിടെ പിന്നെ ഒരു അശ്വൻ അങ്ങനെ അവർ കുറച്ച് കമ്പനിയുണ്ട്. കമ്പനിയാണ്, അല്ല രാഷ്ട്രീയമില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും മാർക്സ് പാർട്ടിയൊക്കെ ആ കമ്പനിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടത്തുന്നതും. അല്ല ഒരു പാർട്ടിക്കാരല്ല. ആ കമ്പനിയെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ശശികുമാർ കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. കോൺഗ്രസിനെ കുറ്റം പറയാനല്ലോ ഇപ്പോൾ ഈ നമ്മളിപ്പം ഇത് പത്രപ്രസ്ഥാനം നടത്താവുന്നതല്ല, കേസല്ല ഇത്. ഇപ്പം ശശികുമാറിനെതിരായിട്ടൊരു പത്രപ്രസ്ഥാനം നമുക്ക് നടത്താൻ പറ്റിയല്ല. ഞാനിപ്പോൾ നിങ്ങളോടായിട്ട് പറഞ്ഞതല്ല, ഇത്രയും കോൺഗ്രസിനെ ചീത്തയാക്കിക്കൊണ്ട് മാത്രം പറഞ്ഞ അത് ശശികുമാറാണ്. അപ്പം അത് ഈ തോമസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശശികുമാർ. പിന്നെ അവിടെ മറ്റുള്ള സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരല്ല. അപ്പം അവർക്ക് കോൺഗ്രസിനെ ചീത്തയാക്കാൻ ഏറ്റവും നല്ലൊരു അവസരം അവർ നല്ലപോലെ വിനിയോഗിക്കുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള അത് അവർ അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു അവസരമാണ്. ജിസ്മോളുടെ നീതി അല്ല ഇവരുടെ ഒന്നും ലക്ഷ്യം. അവരുടെ ജിസ്മോളുടെ നീതി ഉണ്ടായിരിക്കും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കൂടെ അതോടൊപ്പം ഞങ്ങളാണ് ചെയ്യുന്നത്. അതായത് ജിസ്മോളുടെ അന്നത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞപ്പം ഒരു അഡ്വക്കേറ്റ് വന്നായിരുന്നു എറണാകുളത്ത് നിന്ന്. ഒരു ബഹളം ഉണ്ടാക്കി ഓർക്കുന്നുണ്ടോ? എന്തായാലും ഞാൻ അറിയത്തില്ല. ആ കൊച്ചിനെ പ്രസംഗിപ്പിക്കാത്ത എന്താണെന്നുള്ളൊരു എല്ലാവരും ചോദിച്ചത് എന്താ അതിനെപ്പറ്റി പ്രസംഗിപ്പിക്കാത്ത എന്താണെന്ന് പലരും ചോദിച്ചായിരുന്നു. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊരാൾ പറഞ്ഞത്
ഇച്ചിരി കഴിഞ്ഞാൽ ശശിയൊക്കെ കൂടുതൽ അവിടെ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞ് പ്രശ്നം ആയേനെ എന്ന് പറഞ്ഞു. അതായത് അവരെപ്പെട്ടവരെയാണ്, അതായത് ഈ സ്മോളുടെ ഒരാളാണ് പറഞ്ഞത് ഇങ്ങനെ അച്ഛൻ പ്രശ്നം ആയതിനു ശശി അന്നേരം നിർത്തി നന്നായി എന്ന്. അത് മറ്റുള്ളവർ പ്രസംഗിച്ചപ്പം ആയിരിക്കും എന്നോട് പറഞ്ഞു, അതായാലും നിർത്തി നന്നായില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായേനെ എന്ന്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മോശമായിട്ടൊന്നും പറഞ്ഞില്ല, ആത്മഹത്യയാണ് കൊലപാതകമാണ് എന്ന് അവർ തറപ്പിച്ചങ്ങ് പറഞ്ഞു. അവർ പറഞ്ഞു, അത് അവരെയല്ല പറഞ്ഞത്, ഈ അവരെ പറയാൻ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം ശശി മീറ്റിംഗ് നിർത്തി നന്നായി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ കൂടുതൽ ഒരാൾക്ക് പറയാനുള്ള എറണാകുളത്ത് നിന്ന് വന്നൊരു സ്ത്രീയാണ്, വക്കീലാണ്, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ മീറ്റിംഗ് നിർത്തേണ്ട ആവശ്യമില്ല, ഒരാവശ്യമില്ലായിരുന്നു. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, കുറവുകൊണ്ട് ഞാൻ ഒന്ന് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ചോദിക്കേണ്ട ഉത്തരവ് അല്ല, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നിർത്തണം എന്ന് പറയാം. കാര്യങ്ങൾ മാറ്റി പിടിച്ച് നിൽക്കുന്ന ശശികുമാറിനെ നമ്മളെ കണ്ടോ. അവർക്ക് ശരിയായില്ല. എന്നു വെച്ചാൽ അവരവിടുന്ന് വന്നതാണ്, അവർ പറഞ്ഞത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, കൊലപാതകമാണെന്ന് ഞാനും അവരോ പറഞ്ഞുള്ളൂ കൊലപാതകം ആയിരിക്കാം എന്ന്. അവർ നല്ലവരെ പറഞ്ഞു, ഞാൻ അത്രയും തെളിച്ച് പറഞ്ഞു, എനിക്ക് അത്രയും പറയാൻ പറ്റിയല്ലോ. അതാണ് നടന്നത്. ഇപ്പം ഈ ഒരു പാർട്ടിയെ ചീത്തയാക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആരെ വേണം ചീത്തയാക്കാൻ ഒരു പ്രശ്നവുമില്ല, നമുക്ക് ചെയ്യാം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് നന്നാക്കാനാണ്, ഞങ്ങളത് പ്രതികരിക്കും. അത് പ്രതികരിച്ചാൽ ഈ പറഞ്ഞ ആൾക്കൊക്കെ വളരെ മോശമായിരിക്കും. ഇപ്പം ശരിയായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് BJP ഏറ്റെടുത്തത് കൊണ്ടാണോ നിങ്ങൾ പുറകോട്ട് മാറിയത്? ഞങ്ങൾ പുറകോട്ട് മാറിയിട്ടില്ല. അവിടെ ഈ പറഞ്ഞ ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ആക്ഷനാണ്? ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് ആക്ഷൻ ഉണ്ടാകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ കോട്ടയത്ത് പോയിട്ട് പോലും അതിൻ്റെ പിറ്റേ ദിവസം തോമസ് പറഞ്ഞു കോൺഗ്രസ് ഇതൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർ സഹകരിക്കുന്നില്ല പുള്ളി പ്രഖ്യാപിച്ചു, ശശി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കൊച്ചിൻ്റെ അച്ഛൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പങ്കെടുക്കാൻ പുള്ളി അങ്ങനെ പറയുന്നത് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ്, എനിക്ക് ഒട്ടേ വരാൻ പറ്റും, ഞങ്ങളുടെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞാണ്. പുള്ളിയെ സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞ് പുള്ളി 2 ദിവസം കഴിഞ്ഞപ്പം കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നില്ല, പിന്നെ കോൺഗ്രസ്സുകാർ സഹകരിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ലോ. അതാണ് തീർച്ചയായും എന്നെ എന്നുള്ളതല്ല, നമ്മുടെ പാർട്ടിയല്ലേ, ഇതൊരു പാർട്ടിയല്ലേ. അവർക്ക് ഞാൻ ചോദിക്കട്ടെ. അല്ലെ എന്നോട് ചോദിച്ചു, ശശികുമാർ പറഞ്ഞ കുഴപ്പമില്ല, രാഷ്ട്രീയം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ശശികുമാർ എന്ത് പറയാൻ നമുക്ക് പ്രശ്നമല്ല, അതൊരു പാർട്ടി. ജിസ്മോൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, ജിസ്മോൾ മാത്രം, ജിസ്മോൾ അച്ഛൻ പറഞ്ഞപ്പോൾ നമുക്ക് അത് ഭയങ്കര, അല്ലെങ്കിൽ എന്നോടൊക്കെ ഒന്ന് പറയാം ശരിയായില്ല, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയട്ടെ. അപ്പം നമുക്ക് പറയാനൊരു അവസരമുണ്ടല്ലോ. നമ്മളോട് ഇങ്ങോട്ട് നമുക്ക് മറുപടി കൊടുക്കാം. പിന്നെ ഇപ്പം എന്നോട് പറയാം, രാജേട്ടാ ഇന്ന് ശരിയായില്ല, നിങ്ങൾ നടപടി ശരിയല്ല, നിങ്ങൾ സഹകരിക്കുന്നു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്കും എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. അത് കഴിഞ്ഞ് ഞാനും ഈ ആര്യയും ബീവിൻരാജും കൂടെ വീട്ടിൽ പോയതാണ്. പരിസ്ഥിതി വീട്ടിൽ പോയിരുന്നു. അന്നേരമൊന്നും പുള്ളി അവിടെ ഇല്ല. പുള്ളി മസർ എടുക്കാനായിട്ട് അല്ല മൊഴി എടുക്കാനായിട്ട് ഇവിടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ പോയി 2-3 മണിക്കൂർ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞ് വരാൻ വരികയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി അതിനൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം വീട്ടിൽ പോയിരുന്നു. ആ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അന്ന് മൊഴി എടുക്കാൻ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക. അവിടെ ഉച്ചയ്ക്ക് 2:30 പോയിട്ട് രാവിലെ 9 ആയപ്പോഴും വന്നിട്ട് പിന്നെയും താമസിക്കുന്നു. പിന്നെ നമ്മൾ മുത്തോലെ കോൺഗ്രസ്സുകാർക്ക് ആർക്കും അങ്ങനെ ഒരു താല്പര്യമുള്ള കേസല്ല. അതായത് ഇടിച്ചു കയറി നേതൃത്വം ഏറ്റെടുക്കാനും ഞങ്ങളൊന്നും വലിയ അങ്ങനെയുള്ള പാർട്ടിക്കാരല്ല. നേതൃത്വം അങ്ങനെ വേണം, നമ്മുടെ തലയിൽ ഇരിക്കണം, നമ്മളാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വരുത്തി തീർക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ ചിന്ത ഞങ്ങൾക്കറിയാം. അവിടെ കുറച്ച് ഇത് ഈ പറഞ്ഞ പോലെ അവിടെ ആ വാർഡിലൊന്നും ഇതൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നുമില്ല. അവിടെ കുറച്ച് പേർക്ക് അത് ഞങ്ങൾ തെറ്റിദ്ധാരണ മാറ്റും. അതിനുള്ള പണി ഞങ്ങൾക്കറിയാം. ഈ പറഞ്ഞ തോമസിനും മനസ്സിലാകും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇതിനകത്ത് ഇത്രയും ദിവസമായിട്ടും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും പോലീസിനെ കൊണ്ട് പറയിക്കാൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറയുന്നത്, ഇതിനകത്ത് ഒരു പത്രസമ്മേളനം വിളിച്ചാൽ പത്രക്കാരെ വിളിച്ചിട്ട് ഇതുവരെയുള്ള തെളിവുകൾ ഇതാണ് വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് പത്രക്കാർക്ക് ഈ വാട്സപ്പ് മെസ്സേജ് കൊടുപ്പിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. സാധാരണ ഗതിയിൽ അത്രയുമെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രസ്ഥാനം ഉണ്ടായാലും. ഇപ്പോൾ ഏത് കല്യാണിയുടെ കേസ് കണ്ടത്, കല്യാണി ഞാൻ പുഴയിൽ എറിഞ്ഞു പോകുന്ന കുട്ടി അടുത്ത ദിവസം രാവിലെ പോലീസുകാരെല്ലാവരും വിളിച്ച് പിന്നെ ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു. അവർക്ക് കൊടുക്കാൻ FIRന്റെ കോപ്പികളെല്ലാം പത്രക്കാർക്ക് കൊടുത്തു, എല്ലാം കൊടുത്തു. ഇവിടെ ഈ കേസിൽ ഇത്രയും ദിവസമായിട്ട് പോലീസ് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത സാറേ, അത് കൊടുക്കണമെന്ന് പറയാൻ പോലും അതുപോലും ചെയ്യിക്കാൻ കഴിയാത്ത ആക്ഷൻ കൗൺസിലിന് എങ്ങനെ നീതി നേടിക്കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെ ഞാൻ വിചാരിക്കുന്നേ ഇല്ല അവർ നീതി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു രാഷ്ട്രീയമായ പരിപാടികളായിരിക്കാം മിക്കവാറും. ഇതിൽ എത്രമാത്രം അല്ലെങ്കിൽ മാത്രം എനിക്ക് തോന്നുന്നുണ്ട്. അത് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാവരും കൂടെ പങ്കെടുപ്പിക്കണ്ടേ? ഈ BJPയുടെ മെമ്പറാണ് ശശി.
ആ BJPയുടെ പ്രസിഡൻ്റാണ് ആക്ഷൻ കൗൺസിൽ പ്രസിഡൻറ്റ്. അതാണ് ഔദ്യോഗിക ഇവിടെ മുത്തോലി പഞ്ചായത്തുള്ള ആക്ഷൻ. അതിൽ അത് കൂട്ടാത്തത് എന്താ? ആ കമ്മിറ്റിക്ക് ശശി വന്നില്ല. അതെന്താ? ശശി നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇല്ലേ? ആ ഗ്രൂപ്പിൽ വന്നില്ല. അതെന്താ വരാത്ത? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഔദ്യോഗിക മറ്റേ നീർക്കാട് ഗ്രൂപ്പ് ആക്ഷൻ കൗൺസിൽ അവിടെ ഉണ്ടാക്കിയത്, മുത്തോലി പഞ്ചായത്തിൽ ഉണ്ടാക്കിയ ഔദ്യോഗിക പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ആ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കൂടി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയേ. അതിൽ വരണ്ടേ ഈ പറയുന്ന ശശി? വന്നിട്ട് പറയണ്ടേ ശശി ഇന്നതൊക്കെ നടന്നിട്ട് ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്നൊക്കെ അത് ഏറ്റവും കൂടുതൽ ഇടപെട്ട ശശിയാണ്. അപ്പോൾ ശശിക്കല്ലേ അത് കൂടുതൽ പറയാവുന്നേ? അതുവരെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ശശിക്കായിരുന്നു. ശശി എന്ന് വരണ്ടേ? ശശി അതിൻ്റെ ഭാഗമാകണ്ടേ? എന്തുകൊണ്ടാകാത്തത്? പഞ്ചായത്ത് മെമ്പറല്ലേ? ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. മാത്രമല്ല ഈ ജിസ്മോളുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമാണ്. ഞാൻ ചോദിക്കുന്നത്, ജിസ്മോളുടെ അച്ഛനെ കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിച്ചതാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പറയിച്ചല്ല, അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 10 പ്രാവശ്യം ഒരാൾ പറഞ്ഞു കോൺഗ്രസ് ചെയ്യുന്നില്ല ശരിയല്ലേ? ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം ധരിച്ചത് പറയിപ്പിച്ചല്ല, അദ്ദേഹം തോന്നിപ്പിച്ചിട്ടുണ്ട്. അനിയനെ മിക്കവാറും മകനെയും തോന്നിപ്പിച്ചു. എനിക്ക് മകനായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല, മകനെയും തോന്നിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കോൺഗ്രസിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള പരാതിയാണോ ചേട്ടാ? ഇല്ല, എനിക്കൊരു പരാതിയില്ല. എല്ലാ പാർട്ടികളെയും പങ്കെടുപ്പിക്കണമെന്നായിരുന്നു അന്ന്. അങ്ങനെയാണല്ലോ അവിടെ മീറ്റിംഗ് കൂടിയത്. എല്ലാ പാർട്ടിയും പങ്കെടുത്തായിരുന്നല്ലോ. നിങ്ങൾ അതിന്റെ ചൂരും കളഞ്ഞാണ് പിന്നീട് പോയത്. പിന്നെ അതിൻ്റെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ആരും കൂട്ടിയിട്ടുമില്ല. അതിലേ വേണ്ടി ഇവിടെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ആക്ഷൻ കൗൺസിൽ മുത്തോലി ഉണ്ടാക്കണ്ടേ? ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ? മുത്തോലിക്കാരെ എല്ലാവരും പങ്കെടുപ്പിക്കണ്ടേ? ഇതിപ്പോൾ എന്നോട് ഞാൻ ഈയിടെ മണ്ഡലം കമ്മിറ്റി കൂടി ഇതേപ്പറ്റി സംസാരിച്ചപ്പം ഇനി ആരും പോകണ്ട, നമ്മളെന്തിനാ കോട്ടത്ത് പോയിട്ടും നമുക്കൊരു റോളും അവിടെ ഇല്ല, അവിടെ തനി രാഷ്ട്രീയമാണ് കളിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് അസുഖമായിട്ട് പോയില്ല. അപ്പോൾ ഈയിടെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി കൂടി. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ഈ അടുത്ത് ഇതിന് പോയില്ല. ഇല്ലേ, നമ്മളെ തള്ളിപ്പറഞ്ഞ അതായത് ഞങ്ങൾ അവിടെ അമ്മയെ പഞ്ചായത്ത് മെമ്പറാക്കി, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, പഞ്ചായത്ത് മെമ്പറാക്കാൻ ഇവർക്കാർക്കും പാർട്ടിക്ക് ബുദ്ധിമുട്ടിയത്. അത് ഈ പ്രസിഡൻ്റാക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയത്. അന്ന് ഞാൻ മണ്ഡലം പ്രസിഡൻ്റാണ്. എന്നിട്ട് പോലും പിന്നെ നമ്മളെ തള്ളി പറയുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അതാണ് ഇപ്പോഴത്തെ നില. പിന്നെ BJPയുടെ ആക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിപ്പിക്കുന്നില്ല? അത് ശശികുമാറിന്റെ നേതാവാണ്. പിന്നെ വിളിച്ചോണ്ട് പോയി ചെയ്യേണ്ട അല്ല, ഈ പങ്കെടുപ്പിക്കേണ്ടതാണ്. ശശികുമാറിന്റെ ഉത്തരവാദിത്തം. നിങ്ങൾ BJP നടത്തിക്കോളൂ, BJP കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് BJPക്കാരെ പോലും കൂടെ നിർത്താൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ജനങ്ങളെ മൊത്തം കൂടെ നിർത്തും? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് മുത്തോലി ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നില്ല? അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ജിസ്മോൾ മരിച്ചപ്പം ആശുപത്രിയിലും ഇവിടെ വീട്ടിലും DC പ്രസിഡന്റ് വന്നിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിരുന്നു. അവർ രണ്ടും വന്നു. പിന്നെ ഇവിടെ കോൺഗ്രസ് സാധാരണ നേതാക്കന്മാരെല്ലാം വന്നു. ചാണ്ടിയമ്മ വന്നു, പാലാ നേതാക്കന്മാർ വന്നു. ഇവിടുത്തെ എല്ലാവരും ഉണ്ട്. ഒരുമാതിരി എല്ലാവരും ഇവിടുത്തെ മണ്ഡലത്തിലെ ഒരുമാതിരി പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പം കോൺഗ്രസ്സുകാർ വരാമെന്നെല്ലാം ഇത് അന്ന് വരെ സഹകരിച്ചു. പിന്നെ ഇത് വേറൊരു പാർട്ടി ശശി മെമ്പറും അങ്ങനെ BJP ഒക്കെ ഏറ്റെടുക്കുന്നത് പിന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാര്യമില്ല. അല്ലെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ അത് തെറ്റില്ല. ആര് ലീഡർഷിപ്പ് ആര്? കോൺഗ്രസിന്റെ ഒരാള്, BJPയുടെ ഒരാള്, CPMന്റെ ഒരാള്, അങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി അതുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മണ്ഡലത്തിൽ പഞ്ചായത്തിലുണ്ടാക്കിയപ്പോൾ അതിന് ശശി മെമ്പർ സഹകരിച്ചിട്ടുമില്ല. അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കിയത്. പിന്നെ BJP അല്ല ഇവിടെ ഭരിക്കുന്നത്. BJP ഒരു പ്രതിപക്ഷ കക്ഷിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കേസിൽ UDFനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ശക്തമാക്കാമായിരുന്നു. ഇതിപ്പോ ഒരു പ്രാദേശിക വിഷയം മാത്രമായി തോന്നിയിട്ടില്ലേ? ഇതിപ്പോൾ ഒരു നീർക്കാട്ട വിഷയമാണ് വാസ്തവത്തിൽ. പിന്നെ അവിടെ കുറച്ച് പേരുടെ പടിഞ്ഞാറ്റൻകരയുടെ കുറച്ച് പേരുടെ വിഷയമായിട്ട് ചുരുങ്ങിപ്പോയി. അവിടെയാണ് പ്രശ്നം വന്നത്. അതുകൊണ്ട് പോലീസിലേക്ക് എത്ര സമ്മർദ്ദം? പോലീസിലേക്ക് സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം ആരാ ഭരിക്കുന്നത്? പോലീസ് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ. ഈ കോട്ടയത്ത് ആരാ ഇതിൻ്റെ നേതാവ്? വാസവൻ മന്ത്രി. പുള്ളിയുടെ അവിടെയല്ലേ ഇതൊക്കെ നടക്കുന്നേ. പിന്നെ ആ പുള്ളിയുടെ പാർട്ടി ആൾക്കാരാ ഈ പറഞ്ഞ നീർക്കാട് ഉണ്ട്. അവരെല്ലാം കൂടെ ഭരിക്കും. പിന്നെ എന്ത് നീതി കിട്ടുമെന്ന് ഓർത്തായിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ഇപ്പം നീർക്കാട് ദുരന്തം ഉണ്ടായി. അവിടെയുള്ള ആരാ ഉള്ളത്? ഇവിടെ ഈ കൊച്ചിൻ്റെ
അമ്മായിയച്ഛനും അല്ലെ ഭർത്താവും വീട്ടുകാരും ഉള്ളത്. അപ്പോൾ അവരെല്ലാം അവർ സംരക്ഷിക്കുന്നേ. ആ സംരക്ഷിക്കുന്ന ആരാ? ഈ ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ. അവരെന്തായാലും ഇത് വെളി അല്ലെങ്കിൽ ഇത് പണ്ടേ വെളി വരികയല്ലേ. ഇപ്പം അവർക്ക് ഇതിൽ ആ പാർട്ടിക്ക്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഈ കേസെടുത്ത് വലിയ ആകുകയില്ലായിരുന്നു. ചേട്ടാ, ഞങ്ങളൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ മെമ്പർമാരെ ഒക്കെ വിലക്കാറുണ്ടോ? ഈ ജിസ്മോളുടെ വീട്ടിലേക്ക് പോവുക, ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടോ? ഒരു വിലക്ക് ഞങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനത്തെ ആവശ്യം നമുക്കില്ലല്ലോ. നമുക്ക് ജിസ്മോളെ ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്നു, ഞങ്ങളുടെ മെമ്പറായിരുന്നു. ഏറ്റവും മരണം നമ്മളെ ഏറ്റവും ദുഃഖിപ്പിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നല്ല കഴിവുള്ളൊരു കൊച്ചല്ലേ. 2 കൊച്ചു പിള്ളേരുമായിട്ട് മരിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്ന കാര്യമല്ലല്ലോ. മാത്രമല്ല തോമസും നമ്മുടെ ആളാണ്, ആ കുടുംബം നമ്മുടെ ആളാണ്. അവരുടെ അമ്മ അങ്ങനെ മരിച്ചുപോയി, ഈ കൊച്ചിങ്ങനെ വന്നു. അത് ഒരിക്കലും നമ്മൾ ആരെയും വിലക്കിയിട്ടില്ല. ഏത് കാര്യത്തിൽ നമുക്ക് സപ്പോർട്ട് പോവാം. പക്ഷേ നമ്മുടെ ഒരു ഒന്നാമത് എൻ്റെ പേഴ്സണായിട്ട് ഞങ്ങൾ തിരിച്ചു കയറുന്ന സ്വഭാവക്കാരനല്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള ഈ മുത്തോളിലെ കോൺഗ്രസ്സുകാരായിരുന്നു അങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവമുള്ളൊരു വളരെ കുറവാണ്. UDF നയിച്ചിരുന്നെങ്കിൽ അത് ഈ കാര്യം ഇങ്ങനെ ആയിരിക്കുകയില്ലായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും അധാർമികമായ ഒരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രതിഷേധിച്ചതിന് വേണ്ട നടപടികളും സ്വീകരിച്ചതിന് സമരങ്ങളും നടത്തിയതിന്. ഒന്നുമല്ല, നമ്മളെ സംബന്ധിച്ചോളം UDF കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നാട്ട സുരേഷ് ഉണ്ട്, കോട്ടയത്തെ MLA ഉണ്ട്, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കായിരുന്നു. അവരൊക്കെ നേതൃത്വത്തിൽ വരും. ചാണ്ടി ഉമ്മനുണ്ട്, 2 MLA അവിടെ തന്നെ ഇല്ലേ. പിന്നെ UDF നേതാക്കന്മാർ ആര് വിളിച്ചാലും വരും. മാത്രമല്ല നമ്മൾ വാക്കുവാണെങ്കിൽ ഇടതുപക്ഷത്തെ കൂടെ കൂട്ടുകയും ചെയ്യാമായിരുന്നു. നമുക്കിതൊരു പാർട്ടി പ്രസ്ഥാനമല്ലോ, വേണം LDF വരുന്നവരെ കൂടെ കൂട്ടായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. എല്ലാ പാർട്ടിക്കാരും അയ്യോ ഇല്ല, നമുക്ക് രാഷ്ട്രീയ നേട്ടമൊന്നുമില്ല. നമുക്കിപ്പോഴും ഇനി BJP-ക്കാർ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അതിന് സംഗതി വിളിച്ചിട്ട് വന്നാൽ മതി. മരണമാണോ കൊലപാതകമാണോ എന്താണെന്ന് വിളിച്ച് അതിന് ആർക്കൊക്കെ പങ്കുണ്ട് അവർ ശിക്ഷിച്ചാൽ മതി. ഇനി BJP-ക്കാരുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. അതിന് ക്രെഡിറ്റും വേണ്ട, അതിന് കാര്യങ്ങൾ നടന്നാൽ മതി. ഇതൊരു മരണമാണല്ലോ, അല്ലെ ഒരു മരണമാണെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അങ്ങനെ സംഭവിച്ചാണല്ലോ, നടക്കാത്തൊരു സംഭവം നടന്നു. അത് എന്താണ് കാരണം ഇപ്പോൾ ആർക്കും അറിയത്തില്ല, ഇതുവരെ അറിയത്തില്ലല്ലോ. ഇല്ല ഉണ്ടോ? ഒരു ചാനലും എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് മരണമാണോ കൊലപാതകമാണോ. ഇത് പോലീസൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു മനസാക്ഷി വെച്ചിട്ട് ഈ വാർത്തകളെല്ലാം 2 ചെവിക്കൂടെയും കേൾക്കുന്ന ആളെന്ന നിലയിലും അടുത്ത് അറിയാവുന്ന ആളെന്ന നിലയിലും ഇത് ആത്മഹത്യയായിരിക്കോ കൊലപാതകമായിരിക്കും, എന്തൊരു സാധ്യത കൂടുതൽ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കൊലപാതകമായിരിക്കാനാണ് സാധ്യത. എന്നുവെച്ചാൽ ആ കൊച്ച് അന്ന് എറണാകുളത്ത് വന്ന വക്കീൽ പറഞ്ഞല്ലോ, 3 ദിവസം 4 ദിവസം മുമ്പ് അദ്ദേഹത്തെ എൻ്റെ ഒരു പൈസ അവർക്ക് കിട്ടാണ്ട് അത് എത്ര കിട്ടും, എന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചു. ഉടനെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാഴ്ച മുമ്പ് പോയി പൈസ കിട്ടുക എത്ര ഉണ്ട് ചോദിക്കുമോ? സാധ്യതയില്ല. പിന്നെ അതിൻ്റെ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് ഈ ബാങ്കിലും വന്നു. ഇത് പിന്നെ ചേട്ടൻ കണ്ടത് അതിന് 2 ആഴ്ച മുമ്പ് മരിക്കുക 2 ആഴ്ച മുമ്പ് ഇവിടെ നിന്ന് വന്നത്. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെയുള്ള ആൾ ഈ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്രയോ നാൾ മുമ്പ് ചെയ്യണം? ഈ കല്യാണം കഴിക്കുമ്പോൾ വലിയ പ്രശ്നമാണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് അന്ന് വലിയ പ്രശ്നങ്ങളല്ലേ. ഈ 2 പിള്ളേരുണ്ടാകുന്നവർ ഇത്രയും പ്രായമാകുന്നവർ ഇരിക്കുമോ? മാത്രമേ ഈ പറയുമ്പോൾ ജിസ്മോളുടെ അച്ഛൻ 2 പ്രാവശ്യം ഏറ്റവും പ്രശ്നങ്ങൾ തീർത്തതാണ്. ഇവിടെ നിന്നോളാൻ പറഞ്ഞാണ്. അപ്പോൾ അവൾ പറഞ്ഞു തന്നെ നിൽക്കുന്നില്ല, ഞാൻ അവിടെ നിന്ന് എങ്ങനെ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുമോ? അതായത് എൻ്റെ പെൺകുട്ടിയായിരുന്നു. തീർച്ചയായും നല്ല തൻ്റെയുള്ള പെൺകുട്ടിയായിരുന്നു. അല്ല, ഒരു വക്കീൽ എന്ന നിലയിൽ ഒരു കടലാസ് എഴുതി കോടതി കൊടുത്താൽ ഇവരെല്ലാം കുടുങ്ങിയേനെ. അത് ചെയ്തില്ല. ഞാൻ ചോദിക്കുന്ന ഒരു വക്കീലല്ല, ഇനി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് ഇടുകയല്ലേ, അവിടെ അച്ഛനോ ആങ്ങളൊക്കെയോ ഇനി അടുപ്പുള്ള എത്ര കാണുമല്ലോ, നമുക്കൊന്നും വേണ്ട. ആർക്കെങ്കിലും ഒരു മെസ്സേജ് ഇടാതിരിക്കുമോ? എഴുതാൻ വേണ്ട, ഒരു മെസ്സേജ് ഇടുന്നതിന് ഇതായിരിക്കുമോ? ഇനി മെസ്സേജ് എഴുതാൻ പറ്റിയില്ല, ഫോൺ കയ്യിലില്ലെങ്കിൽ ഒരു പേപ്പർ എഴുതി ആർക്കെങ്കിലും ഇത് ആരുടെയും കയ്യിൽ എത്തത്തക്ക രീതിയിൽ എത്തിക്കുകയല്ലേ, ഒരു വക്കീലല്ലേ. ഇനി അങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ച് ഇവർ വലിച്ചു കയറി കളഞ്ഞതാവാനോ? ലെറ്റർ എഴുതി വെച്ചാൽ വലിച്ചു കയറി കളയാമെന്ന് അവർക്ക് ഏതായാലും അറിയണമല്ലോ, അത് ആർക്കെങ്കിലും എത്തിക്കണമല്ലോ. ലെറ്റർ എഴുതിയെങ്കിൽ അത് ആർക്കെങ്കിലും എത്തിക്കണം, വേണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇദ്ദേഹത്തോട് ആണ് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പിടികിട്ടി. ഒരു ആളിനെ ഒറ്റയാൾ പട്ടാളമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക, തന്നെക്കാട്ടിൽ കഴിവുള്ള ആരും ഇതിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് സ്ഥാനം കിട്ടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇവരൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ്. കാരണം ഞങ്ങൾ തന്നെ അതിന് സാക്ഷികളാണ്. ഇവരൊക്കെ അന്നും അടുത്ത ഈ കഴിഞ്ഞ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇവരെല്ലാം പങ്കെടുത്താണ്. കോൺഗ്രസിൻ്റെ 40ഓളം ആൾക്കാർ പങ്കെടുപ്പിച്ചതാണ്.
അപ്പം അങ്ങനെ ഇവർ സജീവമായി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ പരിപാടി അല്ല എന്ന് പറഞ്ഞ് ഇവരെ എല്ലാം മാറ്റി നിർത്തി ഒരാൾ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ആ കഥയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. നിങ്ങൾ വിലയിരുത്തുക. ഞങ്ങൾക്ക് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ജിസ്മോൾക്ക് നീതി കിട്ടാൻ ആരൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്, ആരൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നില്ല എന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ്. ഞങ്ങളിതിനകത്ത് ഒന്നും പറയുന്നില്ല. നിങ്ങൾ വിലയിരുത്തുക. ഈ ആക്ഷൻ കൗൺസിൽ എന്നെങ്കിലും ജിസ്മോൾക്ക് നീതി നേടിക്കൊടുക്കുമോ, അതോ ഈ പിതാവിൻ്റെ കണ്ണുനീരിങ്ങനെ വീണ് ഈ ഭൂമി നനയുകയേ ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.